എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ ബുക്ക് റിവ്യൂവിൽ കാണാൻ പോകുന്നത് 30ാമത്തെ അധ്യായമാണ്. 30ാമത്തെ ചാപ്റ്ററിന് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന, സ്വാമി മുക്താനന്ദ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഡെത്ത്, അതായത് മരണഭയം. അപ്പം മെഡിറ്റേഷനിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും തോന്നിക്കാണും, അതാണ് അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫിയർ ഓഫ് ഡെത്ത്. അപ്പം ഇങ്ങനെ മെഡിറ്റേഷനിൽ തുടർന്ന് നടക്കുന്നു. ഒരു സ്റ്റേജിൽ ഒരു സമയത്ത് ഈ ധ്യാനത്തിലിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കണ്ണ് മേളിലോട്ട് പോന്നു. മേളിലോട്ട് പോകുന്നത് കണ്ണ് മാത്രമല്ല, കണ്ണ് കൃഷ്ണമണിയല്ല മാത്രമല്ല, ഈ കണ്ണിൻ്റെ എമ ഇല്ലേ, ഐലിഡ്സ്, എമ 2 കൂടെ മേളിലോട്ട് പോന്നു. അതും കൂടെ അങ്ങനെ കണ്ണിനെ അങ്ങനെ വലിച്ചുകൊണ്ട് മേളിലോട്ട് പോന്നു. മൈ ഐലിഡ്സ് വുഡ് ഓൾസോ ബി ഡ്രോൺ അപ്പ്. അതിനെ ഐലിഡ്സിനെയും വലിച്ചുകൊണ്ട് മേളിൽ പോന്നു. അപ്പം ആ കൃഷ്ണമണി ഉണ്ടല്ലോ, സഹസ്രാരത്തിലുള്ള ബ്ലൂ പേളിൽ നിലച്ച് നിൽക്കുന്നു. ആ ബ്ലൂ പേളിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം തന്നെത്താനെ ഈ അങ്ങനെ നോക്കാൻ വേണ്ടി കഴുത്തിങ്ങനെ കുറച്ച് ഇങ്ങനെ പൊങ്ങും. ഈ നമ്മുടെ ശാംഭവി മുദ്ര നമ്മൾ ചെയ്യുമ്പോൾ പോലും, ശാംഭവി മുദ്ര എന്ന് പറയുന്നത് 2 കൃഷ്ണമണിയും നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുക. അപ്പം സദ്ഗുരുവിൻ്റെ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയും, ഈ ഇന്നർ എൻജിനീയറിംഗ് ഒക്കെ എടുക്കുമ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇടുമല്ലോ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണിൻ്റെ കൃഷ്ണമണി 2 ഇങ്ങനെ മേളിൽ കൊണ്ടുവന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് വേദന എടുക്കും. അപ്പോൾ അങ്ങനെ വേദന ഇല്ലാതിരിക്കാനും എളുപ്പത്തിൽ ഇവിടെ കോൺസെൻട്രേഷൻ വരാനും നിങ്ങൾ ടിൽറ്റ് യുവർ ഹെഡ് എന്ന് പറയും. സ്ലൈറ്റ്ലി ടിൽറ്റ് യുവർ ഹെഡ് അപ്പ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ലേശം ഇങ്ങനെ, ഇപ്പം ഇദ്ദേഹത്തിന് തന്നെത്താനെ ഇങ്ങനെ കഴുത്തിങ്ങനെ ശകലം പൊങ്ങുന്നു. അപ്പോഴേ ഈ 2 കൃഷ്ണമണിയും ഈ പുരിയത്തിൻ്റെ മധ്യഭാഗത്ത് വരത്തുള്ളൂ. അങ്ങനെ തന്നെത്താനെ കഴുത്തൊന്ന് സ്ലൈറ്റായിട്ട് പൊങ്ങുന്നു. അപ്പം ഇദ്ദേഹം ഈ സഹസ്രാര ചക്രത്തിലെ, തലയുടെ ഉച്ചിയിലുള്ള സഹസ്രാര ചക്രത്തിലെ അൺമാനിഫെസ്റ്റ് ലൈറ്റ്, അതായത് ഇനിയും വെളിയിൽ വരാത്ത ഒരു ലൈറ്റ് അതിനകത്ത് ഉണ്ട്, അതിനകത്ത് എന്തോ ഉണ്ടെന്ന് ഇദ്ദേഹം എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജോലി അതിനാണ്. അതായത് ഈ ആ ലൈറ്റ് ഒരു ദിവസം മെഡിറ്റേഷനിലിരുന്നപ്പം തന്നെത്താനെ തുറന്നു. ലൈറ്റ് ഓപ്പണായി. അത് ആ സാധനം ഓപ്പണായി, ലൈറ്റ് വെളി വന്നു. ഈ ലൈറ്റ് വെളി വന്നത് 1, 2, 1000 അല്ലെങ്കിൽ 2000 സൂര്യപ്രകാശം ഉള്ളതല്ല. മില്യൺസ് ഓഫ് സൺസ്, കോടാനുകോടി സൂര്യൻ ഉദിച്ചാൽ, ഒന്നിച്ച് ഒരേ സമയത്ത് ഉദിച്ചാൽ എത്ര വെളിച്ചമുണ്ടോ അത്രയും വെളിച്ചമായിരുന്നു, ലൈറ്റായിരുന്നു ആ സഹസ്രാരത്തിൻ്റെ നടുക്ക് പൊട്ടി തുറന്ന് ആ ലൈറ്റിനകത്തുനിന്ന് വെളി വരുന്നത്. One day it opened up and its light was released, and the brilliance of not 1 or 2000 but millions of suns blazed all around. കോടാനുകോടി സൂര്യപ്രകാശം അവിടെ എല്ലാം ചുറ്റി പരവി നിന്നു. ആ ലൈറ്റിൻ്റെ വെളിച്ചം അത്രയും സ്ട്രോങ് ആയിരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അതിനെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഒരു തളർച്ച ഉണ്ടായി. പിന്നെ അതേ സമയത്ത് അദ്ദേഹത്തിന് മെഡിറ്റേഷനെ നിർത്താനുള്ള പവറില്ല. ആ വെളിച്ചത്തിൻ്റെ പവറിൽ
ഇദ്ദേഹം വളരെ ടയേർഡാകുന്ന പോലെ, അത് തളരുന്ന പോലെ ഒരു തോന്നൽ. എന്നാൽ മെഡിറ്റേഷൻ നിർത്തി മതിയാക്കാമെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ നിർത്താനുള്ള സംവിധാനം ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല. ഓക്കെ, ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എണ്ണിക്കാൻ പറ്റുന്നോ? അതുമില്ല. ഇരിക്കുന്ന ആ ലോട്ടസ് പോസ്ചർ ഉണ്ടല്ലോ, പദ്മാസനത്തിൽ, അതും അതിൽ നിന്ന് കാലും വെളിയിലെടുക്കാനും പറ്റുന്നില്ല, കണ്ണ് തുറക്കാനും പറ്റുന്നില്ല, അടയ്ക്കാനും പറ്റുന്നില്ല. മൊത്തത്തിൽ ദേഹത്തിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിന് ഒരു കൺട്രോളും ഇല്ല. അപ്പം വേറെ ഏതോ ഒരു ശക്തിയാണ് അദ്ദേഹത്തിനെ ആക്രമിച്ച് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ പ്രകാശം ഉണ്ടല്ലോ ഇദ്ദേഹത്തിനെ നോക്കി വരുന്നു. ഇദ്ദേഹം അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് മുക്താനന്ദയ്ക്ക് ബോധം കെട്ടു. കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പം, ഒരു പകുതി ബോധം വന്നപ്പം ഇദ്ദേഹം കിടന്ന് വിളിക്കുക, ഓ ഗോഡസ്, ഓ സദ്ഗുരുനാഥ്, സേവ് മീ. അതായത് എന്നെ രക്ഷിക്ക് എന്ന് ഇദ്ദേഹം കിടന്ന് വിളിക്കുക. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഒരു മരണഭയം. ഞാനിപ്പം മരിക്കും, ഞാൻ മരിക്കാൻ പോവുക എന്നുള്ള ഒരു ഭയം തോന്നി. അതുകൊണ്ടാണ് എന്നെ രക്ഷിക്കെന്ന് കിടന്ന് വിളിക്കുന്നത്. ദേഹത്ത് നിന്ന് 72,000 നാഡികളിൽ ഓടിക്കൊണ്ടിരുന്ന പ്രാണൻ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന പോലെ ഒരു തോന്നൽ. അപ്പം പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോയി, പ്രാണൻ പോയി, മരിച്ചു എന്നുള്ള സ്ഥിതിയല്ലയോ. അപ്പം കുറേശ്ശെ ഈ പ്രാണൻ നാഡികളിൽ നിന്ന് വെളിയിൽ പോകുന്ന പോലെ ഒരു തോന്നൽ. ഓ ലോഡ്, ഓ സദ്ഗുരു, ഓം അങ്ങനെയൊക്കെ കിടന്ന് വിളിക്കുക. പിന്നെ ബോഡിയുടെ മൊത്തം കൺട്രോളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ഈ മരിക്കാൻ പോകുന്ന സമയത്തെ ഒരു പ്രജ്ഞയില്ലാതിരിക്കുമ്പം വായൊക്കെ തന്നെ തുറക്കും, നാക്കൊക്കെ വെളിയിൽ തള്ളും, കൈയും കാലുമൊക്കെ തളർന്നങ്ങ് വീഴും, ഒരു ശക്തിയില്ലാത്ത പോലെ. അതുപോലെ ഇദ്ദേഹം അങ്ങ് ഇരിക്കുക. ഒരു വിചിത്രമായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുക. അങ്ങനെ എന്തോ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി അദ്ദേഹം അങ്ങ് താഴെ അങ്ങ് വീണു, കുഴഞ്ഞു വീണു എന്ന് വെച്ചോണം. അദ്ദേഹത്തിന് അറിയാണ്ട് മൂത്രം പോയി. അപ്പം മൂത്രമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ യാതൊരു കൺട്രോളും ഇല്ല എന്നുള്ള അർത്ഥം. അപ്പം മൊത്തം പ്രജ്ഞയും ഇല്ല, ബോധമില്ല. അങ്ങനെ കുറേ നേരം കിടന്നു. 1.5 മണിക്കൂർ അങ്ങനെ കിടന്നു. ചുറ്റിലും ആരുമില്ല, അദ്ദേഹത്തിനെ ഉണർത്താനോ പൊക്കിക്കൊണ്ട് വരാനോ ആരുമില്ല. ഒറ്റയ്ക്കല്ലേ ഒരു കുടിലിരിക്കുന്നത്, അതുമാത്രമല്ല ഒറ്റയ്ക്കല്ലേ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത്. അങ്ങനെ 1.5 മണിക്കൂർ അവിടെ അങ്ങ് കിടന്നു. പിന്നെ ഈ ഉറക്കത്തിൽ നിന്ന് എണീച്ചു വരുന്ന ആളിൻ്റെ കൂട്ട് ഇദ്ദേഹം എണീച്ചു. അതായത് ബോധം തെളിഞ്ഞു, എണ്ണിച്ച്. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ചിരിയ. ഓ ഐ ജസ്റ്റ് ഡൈഡ്. ഓ ഞാൻ മരിച്ചു, ഇതെൻ്റെ പുനർജന്മമാണ്, ഞാനിപ്പം തിരിച്ചും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു തോന്നൽ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ല സമാധാനവും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഇത്രയും നാളായിട്ട് ഇല്ലാത്ത ഒരു പുതിയ അനുഭവമാണ് ഈ മെഡിറ്റേഷനിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മരണത്തിനെ
നേരിട്ടു, ഞാൻ മരിച്ചു. ലൈറ്റ് സഹസ്രാരത്തിൻ്റെ നടുക്ക് ഏതോ ഒരു ലൈറ്റ് പൊട്ടി ഓപ്പണായില്ലയോ, അപ്പോഴത്തേക്ക് തന്നെ ഈ 1000 കോടി സൂര്യപ്രകാശം ഉണ്ടായിരുന്നില്ലേ, അപ്പം തന്നെ ഞാനങ്ങ് മരിച്ചു. എന്നുവെച്ചാൽ എനിക്ക് അത്രയും പേടിയായിപ്പോയി. ഇപ്പം എനിക്ക് മരണത്തിനെക്കുറിച്ചുള്ള ഭയമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി മരിച്ചു. അത്രയും പ്രകാശത്തിനെ താങ്ങാനുള്ള ശക്തി എനിക്കില്ലാതെ തന്നെ ഞാൻ ബോധം കെട്ട് വീണതും ആ സ്ഥലത്ത് തന്നെ മൂത്രമൊഴിച്ചതും ഒക്കെ. അപ്പോൾ ഈ മൊത്തം കൺട്രോളും വിട്ടുപോയി. ഞാൻ മരിച്ചതിന് തുല്യമായിട്ടാണ് ഇത്രയും മണിക്കൂറുകൾ 1-1.5 മണിക്കൂർ അവിടെ കിടന്നത്. അപ്പം മരണമെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. മരണമെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തുവാകും? നമ്മുടെ ദേഹത്തിന് പുറത്ത് ഒരു കൺട്രോളും നമുക്കില്ല. ഈ ചിലർ മരിക്കുമ്പോഴേ ഇങ്ങനെ മൂത്രം പോകും, ഈ കുടലിലുള്ള മലമൊക്കെ വെളി വരും. അതുകൊണ്ടാണ് മരിച്ച പിന്നീട് കുളിപ്പിച്ച് കൊണ്ടുപോകുന്നത്. കുളിപ്പിച്ച് പുതിയ വസ്ത്രം അണിയിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ദേഹത്തിലുള്ള അഴുക്കൊക്കെ വെളി വരും ആ സമയത്ത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. അപ്പം ഇപ്പം എനിക്ക് ഒരു ഭയവും ഇല്ല. മരണഭയം എന്നെ വിട്ട് മാറി. എന്ന് വെച്ചാൽ ഞാനിപ്പം മരിച്ചെണ്ണിച്ചിരിക്കുക. ഇതാണ് അപ്പം ഒരാളിൻ്റെ നല്ല ഒരു ലിബറേറ്റഡ് മൈൻഡ്. ലിബറേറ്റഡ് മൈൻഡ് എന്ന് വെച്ചാൽ ഞാൻ മരണത്തിനെ നേരിട്ടു, മരണത്തിനെ കണ്ടു, ഇപ്പം മരണത്തിൽ നിന്ന് വിടുപെട്ട് വെളിയിൽ വന്നു. ഇനി ഞാൻ എന്തോതിനെക്കുറിച്ചാണ് പേടിക്കേണ്ടേ? ഇപ്പം കൊച്ചു തൊട്ട് എത്ര വലിയ വയസ്സായ ആളായിരുന്നാലും ഈ മരണഭയം എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ മരണഭയത്തിനെയും അതിജീവിച്ച് നമ്മൾ മരിക്കണമെന്നുള്ളതാണ്. അതാണ് നല്ല മരണം. അതുകൊണ്ടാണല്ലോ ഇല്ല ശ്ലോകങ്ങളൊക്കെ ഞാൻ പറഞ്ഞേ. ഒരേ ഒരു ശ്ലോകമേ ഉള്ളൂ അതിന്. അനായേസേന മരണം വിനാദേനേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. അപ്പം അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒടുക്കം വരെ ഞാനായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ കൺട്രോളോടുകൂടി ഞാൻ മരിക്കണം. ദേഹിമേ പരമേശ്വരം. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തരണേ പരമേശ്വര എന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ശ്ലോകങ്ങളും പറഞ്ഞ് ദൈവത്തിനെ തൊഴുതിട്ട് ഈ 3 വലമൊക്കെ വെച്ച് പ്രദക്ഷിണം വെച്ച് വന്നിട്ട് വെളിയിൽ കുറച്ച് നേരം ഇരിക്കുമല്ലോ. ഇരുന്നിട്ട് പോകാറാകുമ്പം ഈ ശ്ലോകം വേണം ചൊല്ലാൻ. അങ്ങനെ തന്നെ അപ്പം തന്നെ ചൊല്ലണമെന്നില്ല. ഞാനൊക്കെ പ്രാർത്ഥിക്കുമ്പം തന്നെ എത്രയോ ശ്ലോകങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ചേർത്തങ്ങ് പറയും. അതുകൊണ്ട് അപ്പം അങ്ങനത്തെ ഇപ്പം മുക്താനന്ദ പറയുന്നത്, അപ്പം ഞാൻ ഒന്ന് മരിച്ചെണീച്ചു, ഇനി എനിക്ക് മരണത്തെക്കുറിച്ച് യാതൊരു ഭയവും ഇല്ല. മരണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമ്മുടെ കൈയും കാലുമൊക്കെ തളരും, നമ്മളുടെ കൺട്രോളൊക്കെ വിട്ടുപോകും, ഇതൊക്കെയാണ് മരണം. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി. ഇപ്പം മരണമെന്ന് വെച്ചാൽ എന്തുവാന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, എപ്പോൾ ഞാൻ മരിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ല. അപ്പം എൻ്റെ ദേഹത്ത്, എൻ്റെ മനസ്സിൽ നിന്ന് ഭയം, ഏതൊന്നിനെക്കുറിച്ചും ഉള്ള ഒരു ഭയം എനിക്കില്ല. അപ്പം ഇതാണ് ടോട്ടൽ ഫിയർലെസ്നെസ്. ടോട്ടൽ ഫിയർലെസ്നെസ് എന്ന് വെച്ചാൽ മരണത്തിനെ ഞാൻ നേരിട്ടു, മരിച്ചാണ് ഇപ്പോൾ എണ്ണിച്ചിരിക്കുന്നത്, ഇനി അതിനേക്കാട്ടിലും വലിയ ഭയം എന്തോ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടും മുക്തനായി എന്നാണ് അദ്ദേഹം പറയാൻ വരുന്നത്. അതാണ് ഈ ഫിയർ ഓഫ് ഡെത്ത്. അങ്ങനെയും ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുമ്പം തന്നെ മരിച്ചെണ്ണിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം അദ്ദേഹത്തിന് കിട്ടി.
അതിന് പിന്നെ ഡോൺ കെയർ മാസ്റ്ററായി, എന്ത് വന്നാലും ശരി. അത് അന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത്, മരണത്തിലും പലവിധ മരണങ്ങളുണ്ട്. ഇപ്പം സൂസൈഡ് ചെയ്യുന്നു, ആക്സിഡൻറ്റിൽ മരിക്കുന്നു, അതൊക്കെ വേറെ. നോർമലായിട്ട് നമ്മൾ മരിക്കുമ്പം തന്നെ ഈ നമ്മുടെ പ്രാണനുണ്ടല്ലോ, അത് ദേഹത്തുള്ള 9 ദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ കൂടെ അങ്ങ് വെളിയിൽ പോകും ആ സമയം വരുമ്പോൾ. അതുകൊണ്ടാണ് ദ്വാരത്തിലൂടെ വെളിയിൽ പോകുന്നു. അതിൽ ഏറ്റവും നല്ല മരണം, അതായത് അടുത്ത ജന്മമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മരണം സംഭവിക്കുന്നത് ആ പ്രാണൻ ഒന്നീ ഈ ആജ്ഞാചക്ര വഴി വെളി വരും. അതിനേക്കാട്ടിലും ബെസ്റ്റാണ് സഹസ്രാരം വഴി വെളി വരുന്നത്. അതായത് ഈ മണ്ട ഓട്ടിനെ പൊളന്നുകൊണ്ട് ആ സഹസ്രാരത്തിൻ്റെ ഹോളിൽ കൂടെ ഒരു ചെറിയ ഹോളുണ്ട്, അതിൽ നിന്നാണ് ഈ ബ്രഹ്മരന്ധ്രം, ഈ ട്യൂബ് ഇങ്ങനെ കാണുന്നത്. ആ സഹസ്രാരത്തിലുള്ള ഹോളിൽ കൂടെ ബ്രഹ്മേന്ദ്രം വഴി വെളിയിൽ പോകും. അതാണ് കപാലമോക്ഷം എന്ന് പറയുന്നത്. അതാണ് മുക്തി. അങ്ങനെ മരിക്കുന്ന ഒരാളിനെ അതാണ് ജീവൻ മുക്തി. അങ്ങനെ മരിക്കുന്ന ഒരു ആളിന് മറുജന്മം ഇല്ല. അപ്പം ഒന്നീ ഇതിൽ കൂടെ ആജ്ഞാചക്രയുടെ കൂടെ വെളി വരണം പ്രാണൻ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബെറ്ററാണ് സഹസ്രാരത്തിൽ കൂടെ വെളി വരുന്നത്. അപ്പം ഇപ്പോൾ സദ്ഗുരു പോലെയുള്ള ആൾക്കാരൊക്കെ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മരണത്തിനെ കണ്ട് ഭയക്കരുത്, മരണത്തിനെ എതിരേൽക്കാൻ തയ്യാറായിരിക്കണം. എന്തായിരുന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കുമെന്നറിയാം. അപ്പം അതിനെ കണ്ട് ഭയക്കരുത്, നമ്മൾ അതിന് തയ്യാറാകണം. അതുമാത്രമല്ല, നമ്മൾ മരിക്കുമ്പം കോൺഷ്യസായിട്ട് മരിക്കണം. അതെന്തൊരു മരണമാണ് കോൺഷ്യസായിട്ട് മരിക്കുന്നേ? കോൺഷ്യസായിട്ടെന്ന് വെച്ചാൽ ബോധപൂർവം നമ്മൾ അതിന് ഏറ്റ പോലെ സാധനയൊക്കെ ചെയ്ത് നമ്മളുടെ ദേഹത്തിനെയും മനസ്സിനെയും റെഡിയാക്കി വയ്ക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാണൻ സഹസ്രാരം വഴി തന്നെ പോകും. അതാണ് നല്ല മരണം. അപ്പം നമ്മൾ അതുമാത്രമല്ല, ആരാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പഴഞ്ചൊല്ലാണ്. അതായത് ഓരോ ദിവസവും നീ ജീവിക്കുമ്പം ആ ദിവസമാണ് നിൻ്റെ ലാസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ സന്തോഷമായിട്ട് കഴിയണം. ഇതിൽ മറുവശവും ഉണ്ട്. ഇന്നാണ് എനിക്ക് ലാസ്റ്റ് ഡേ, നാളെ നീ മരിക്കും എന്നുണ്ടെങ്കിൽ അന്ന് അവൻ സന്തോഷമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ആരുമേ സന്തോഷമായിട്ടിരിക്കാൻ നോക്കത്തില്ല. എപ്പം മരണം വരും, എങ്ങനെ വരും, ഏത് വഴി കൂടെയാണ് യമധർമ്മ രാജ വരുന്നത് എന്ന് ആ ഒരു ഭയത്തിലേ അവൻ മരിക്കും. അല്ലെങ്കിൽ 100 വട്ടം അവൻ മരിച്ച് എണിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായിരുന്നാലും നമ്മൾ ജനിച്ചു ഈ ഭൂമിയിൽ നിന്ന് മേളിൽ പോകണം. അപ്പം മരണം ഒരു വഴി. മരണം സംഭവിച്ചാലേ നമുക്ക് നമ്മുടെ ആത്മാ റിലീസായി പോകത്തുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമുക്കൊരു ഉറച്ച വിശ്വാസം വേണം. എന്തുവാ? ഈ ദേഹമാണ് മരിക്കാൻ പോകുന്നത്, നമ്മുടെ ആത്മാവല്ല. നമ്മുടെ ആത്മാവിന് മരണമില്ല. അപ്പം ഇന്നൊരു ഡ്രസ്സ് ഇടുന്നു, നാളെ ഈ ഡ്രസ്സിനെ കളഞ്ഞിട്ട് വേറെ ഒരു ഡ്രസ്സ് ഇടുന്നു. അതുപോലെയാണ് നമ്മുടെ ആത്മാ നിരന്തരമായിട്ടുള്ളതാണ്, അതിന് മരണമേ ഇല്ല. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാ പരമാത്മാവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പം പരമാത്മായ്ക്ക് അന്തമില്ല, ആദിയുമില്ല, അന്തമില്ല എന്ന് പറയുമ്പം നമുക്ക് മാത്രം എവിടുന്ന മരണം? അതിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മുടെ ദേഹത്തുള്ളത്. അപ്പം നമുക്കും മരണമില്ല. മരണിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ ദേഹം മാത്രമാണ്. അപ്പോൾ ഫിസിക്കൽ ബോഡി മാത്രമാണ് ഫേസിങ് ഡെത്ത്. മെൻ്റൽ ബോഡിയും എനർജി ബോഡിയും അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡിയും കൂടെ ചേർന്നാണ് ആവി, സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ള രീതിയിൽ ഈ കൂട്ടിൽ നിന്ന് വെളിയിൽ പോകുന്നത്.
അപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ബോധപൂർവം മരിക്കണം. അപ്പം അതിനൊക്കെ ഇപ്പോഴേ നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. പൾസൊക്കെ വീക്കായി, ഹാർട്ട് ബീറ്റൊക്കെ വളരെ വീക്കായി, ഹോപ്പൊന്നുമില്ല, ഇനി ഇവിടെ ICUയിലും കിടത്തിയിട്ട് കാര്യമില്ല, വീട്ടിൽ കൊണ്ടുപോകൂ എന്നൊക്കെ ചിലപ്പം ഡോക്ടേഴ്സ് പറയും. മിക്കവാറും ഇവിടെ ബിസിനസ്സാണ്. മരിച്ചേ പിന്നീടും ICUയിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. മരിച്ചേ പിന്നീടും നമ്മളടുത്ത് പറയാതെ ICUയിൽ വെച്ച് 2 ദിവസത്തെ കൂടുതൽ റൂം റെൻറ്റും ICUയുടെ കാശും വാങ്ങിക്കുന്ന ബിസിനസ് നടത്തുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്, ഇല്ല എന്നല്ല. അത് വേറെ കാര്യം. അതൊക്കെ അവരവരുടെ ധർമ്മം. അതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ ശ്ലാഘിക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ അവനവൻ്റെ ധർമ്മം അവരവർ ചെയ്യുന്നു, അവരവർ അനുഭവിക്കും. പക്ഷേ ചിലർ പറയും, ഇത്രയും വയസ്സായി, ഇനി നിങ്ങൾ എന്തിനാണ് ചുമ്മാ കൊണ്ടുവരുന്നത്, ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോയി സന്തോഷമായിട്ട് വെച്ചേക്ക്, വേണ്ടുന്നത് കൊടുക്ക്, എന്ത് വേണമെങ്കിലും തിന്നാൻ കൊടുക്ക്, ചോദിക്കുന്നതെല്ലാം തിന്നാൻ കൊടുക്ക് എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അത്രയും വയസ്സായി ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അസുഖമൊന്നുമില്ല, പക്ഷേ പൾസൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നു, പ്രാണൻ ഇങ്ങനെ ശകലിച്ച് വെളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ജീവൻ ഇങ്ങനെ പിടിച്ച് തൂങ്ങി നിൽക്കുക. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലവരെ നല്ല ശുദ്ധമായിട്ടുള്ള ഒരു ബെഡിലോ പായിലോ കിടത്തി അവിടെ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കണം. വിളക്ക് ഉണ്ടെങ്കിൽ പ്രാണശക്തി കൂടും. അപ്പം അവരുടെ ആയുസ്സിനെ നീട്ടാനല്ല, ഈ ശ്വാസം മുട്ടി ഒക്കെ മരിക്കാതെ ഒരു സുഖകരമായിട്ടുള്ള മരണമായിരിക്കണം. അപ്പം വിളക്കൊക്കെ കത്തിച്ച് വെച്ച്, ഒന്നുമില്ലെങ്കിൽ ഇപ്പം കാസറ്റോ അല്ലെങ്കിൽ പാട്ട് പെൻഡ്രൈവിലോ ലളിതാ സഹസ്രനാമമോ ഓം നമഃശിവായയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വായിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതൊക്കെ ഇട്ട് കേൾപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ ആളുകൾ ചുറ്റിയിലിരിക്കുക, സന്തോഷമായിട്ട് സംസാരിക്കുക. എല്ലാം കൊണ്ടും അദ്ദേഹത്തിനെ സന്തോഷമായിട്ട് വെച്ചിരിക്കുക. അങ്ങനെ എല്ലാവരും മാറി വരിക, കാണുക, സന്തോഷിക്കുക, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, ഹാപ്പി ആയിട്ട് വെച്ചേക്കണം. അത് നമ്മുടെ ചുമതലയാണ്. അവരുടെ ചുമതലയാണ് മരണത്തിനെ കണ്ട് ഭയക്കാതിരിക്കുന്നത്. പക്ഷേ ചുറ്റിലുമുള്ളവർ സന്തോഷമായിട്ടിരിക്കുക, പാട്ട് കേൾക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ചിരിപ്പിക്കുക, കളിപ്പിക്കുക, കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുക, എല്ലാം കൊണ്ടും ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ. എന്നുവെച്ചാൽ ഏത് സമയത്തായി ജീവൻ വിടുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുവരെ അവരെ ഹാപ്പിയായിട്ട് വെച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ കൃഷ്ണ പരമാത്മാ പറഞ്ഞ പോലെ, മരണിക്കുമ്പം നീ ഏത് മനോഭാവത്തിലിരിക്കുന്നോ അതിനെ വെച്ചുകൊണ്ടായിരിക്കും നിനക്ക് അടുത്ത ജന്മം എന്ന് പറയും. ഇപ്പോൾ കപാലമോക്ഷമൊക്കെ ആണെങ്കിൽ മറുജന്മമില്ല. പക്ഷേ അപ്പം അവർക്ക് ചിലപ്പം ഓം നമഃശിവായ അല്ലെങ്കിൽ കൃഷ്ണ രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറയാനുള്ള ശക്തിയില്ലാതിരിക്കും. പക്ഷേ കേൾക്കാനുള്ള കഴിവ് കാണും. അതുകൊണ്ടാണ് പറയുന്നത്, ഏതെങ്കിലുമൊക്കെ കാസറ്റ് ഇട്ട് കേൾപ്പിക്കുക, പാട്ടിട്ട് കേൾപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ വായിക്കുക, രാമായണം അതൊക്കെ വായിച്ച് കേൾപ്പിക്കുക. ചുമ്മാ ആ അന്തരീക്ഷം വളരെ ശാന്തതയോടെ വളരെ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ അവരുടെ മരണം നല്ല മരണമായിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് മരണത്തിൽ മരിക്കാൻ കിടക്കുന്ന ഒരാളിനെയും നമുക്ക് സന്തോഷമായിട്ട് പറഞ്ഞു വിടാനും പറ്റും. സ്വയം അവർ തീർമാനിക്കണം, ഇപ്പം ഇത് ഞാൻ എണ്ണിച്ചു അതുകൊണ്ട് എനിക്ക് ഒരു ഭയവും ഇല്ല എന്ന് ഉള്ള ഒരു ധൈര്യം വേണം. ഞാനല്ല മരിക്കുന്നത്, എൻ്റെ ആത്മാവിനെ അടുത്തത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവുക, എൻ്റെ ദേഹവല്യ മരിക്കുന്നത്, അത് സാരമില്ല എന്നുള്ള ഒരു ഉറപ്പ് വേണം നമുക്ക്. അപ്പം മരണത്തിനെ എതിർകൊള്ളാനും നമുക്ക് നല്ല ഒരു കരുത്ത് വേണം, മനക്കരുത്ത് വേണം, സ്ട്രെങ്ത് വേണം. ശരി, പിന്നെ ഓക്കെ, അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.